നമസ്കാരം. എല്ലാ മാസത്തിലെയും ആയില്യം നാഗദൈവങ്ങളെ ആരാധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാകുന്നു. സർപ്പദോഷങ്ങൾ അകറ്റുവാനും ഉത്തമ മാർഗം തന്നെയാണ് ആയില്യം ദിവസത്തിലെ നാഗാരാധന. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഈശ്വര ശക്തിയാണ് നാഗങ്ങൾ. എല്ലാ മാസവും ആയില്യം നാളിൽ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ചില കാര്യങ്ങൾ നടത്തിപ്പോരുന്നതാണ്. ശാപദോഷം, സന്താനദോഷം, മാറ വ്യാധികൾ എന്നിവ നാഗാരാധനയിലൂടെ മാറും എന്നാണ് വിശ്വാസം. ഈ ദിവസം ദോഷമുക്തിക്കായി ഭക്തർ വ്രതവും എടുക്കാറുണ്ട്. നാഗരാജാവിനും നാഗയക്ഷിക്കും വേണ്ടിയുള്ളതാണ് ആയില്യം പൂജ. ഈ ദിവസത്തെ പ്രധാന വഴിപാട് നൂറും പാലുമാണ്. മകരമാസത്തിലെ ആയില്യം നാൾ എപ്പോഴാണ് എന്നും നാഗപ്രീതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം. എല്ലാ മാസത്തെയും ആയില്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ആയില്യം നക്ഷത്ര ദിവസം നാഗാരാധനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് കരുതുന്നത്. ഈ ദിവസം ആരാധന നടത്തിയാൽ എളുപ്പത്തിൽ ഫലപ്രാപ്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ ദിവസം നാഗാരാധന നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർപ്പദോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അഥവാ സർപ്പദോഷങ്ങളുണ്ട് എങ്കിൽ അവ അകലും അഥവാ ഒഴിയും എന്നാണ് വിശ്വാസം. നാഗദൈവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും നാഗക്ഷേത്രത്തിൽ നടത്തുന്നതായ ദിവസം കൂടിയാണ് ആയില്യം. ഉറക്കത്തിൽ നിന്നും സർപ്പങ്ങൾ ഉണരുന്ന ദിനമായാണ് ആയില്യത്തെ വിശേഷിപ്പിക്കുന്നത് പോലും. ആയില്യം നാളിൽ വ്രതം ആചരിച്ചാൽ നിങ്ങളിൽ ഒരു വർഷത്തേക്കുള്ള സർപ്പഭയമോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. അത്തരം പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളെ വിട്ട് അകലുന്നതാണ്. ഈ ദിവസത്തിൽ പ്രത്യേക പൂജകളും സർപ്പബലിയും നടത്തുന്നതാകുന്നു. കളം പാട്ടുകളും സർപ്പപാട്ടുകളും സർപ്പദോഷത്തെ ഇല്ലാതാക്കുന്നതിനും സന്താനലബ്ധിക്കും സഹായകരമാണ്. ആയില്യം നാളിൽ നാഗക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും വഴിപാടുകളും നടത്തുന്നതുമാണ്. സർപ്പദോഷം എന്ന് പറയുന്നത് മുൻ ജന്മത്തിൽ ഒരു സർപ്പത്തെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ജാതകത്തിൽ സംഭവിക്കുന്നതാണ്. രാഹു ശിരസാണ്, കേതു സർപ്പത്തിന്റെ വാലാണ്. സർപ്പദോഷത്തിന് പ്രത്യേക സമയപരിധിയില്ല. ഇതൊരു കഠിനമായ ദോഷം തന്നെയാണ്. ഈ ദോഷം ബാധിച്ച വ്യക്തി തന്റെ മുൻ ജന്മത്തിൽ പാമ്പുകളെ കൊല്ലുകയോ അവയെ ഉപദ്രവിക്കുകയോ ചെയ്തിരിക്കും എന്നാണ് വിശ്വാസം. ആയില്യം നാളിൽ വ്രതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആയില്യം നാളിൽ ഉപവാസമോ ഒരിക്കലൂണോ ആകാം. 12 ആയില്യം നാളിൽ വ്രതമെടുത്താൽ നാഗശാപം മൂലമുള്ള രോഗങ്ങൾ, ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനം ഉണ്ടാവുക തന്നെ ചെയ്യും. 12 എണ്ണം തികയും മുമ്പ് തന്നെ സൗകര്യം പോലെ ഒരു ദിവസം നാഗരാജാവിനെ പത്മത്തിൽ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ് എന്നാണ് പറയുക. നിങ്ങൾക്ക് സർപ്പദോഷങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ വ്രതം അനുഷ്ഠിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയുമാണ് ഫലമായി വന്നു ചേരുക എന്ന കാര്യവും ഓർക്കണം. വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തുന്നത് അത് നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ച് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ചയ്ക്കും വീടുകളിൽ വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു. പ്രധാനമായും സർപ്പശാപം മൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആയില്യം നാളിൽ വ്രതമെടുത്ത് സർപ്പക്കാവിലോ നാഗക്ഷേത്രങ്ങളിലോ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾ പൊടിയും പാലും പഴവും കരിക്കും സമർപ്പിക്കുന്നതും സർപ്പശാപം മാറുവാൻ ഏറ്റവും ഉത്തമമാണ്. വെള്ളിയിലോ സ്വർണത്തിലോ ഉണ്ടാക്കിയ പാമ്പ്, പുറ്റ്, മുട്ട രൂപം ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒപ്പം സർപ്പബലി കൂടി ചെയ്യുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. സാധിക്കുന്നവരാണ് എങ്കിൽ ആ വഴിപാട് കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. നാളെ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ സാധിക്കുന്ന ഏവരും ദർശനം കൂടി നടത്തുവാൻ ശ്രമിക്കുക.
ഓം നമശിവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം 108 ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. അഭീഷ്ട സിദ്ധിക്കും ഏറ്റവും ഉത്തമം തന്നെയാണ് ഇപ്രകാരം ജപിക്കുന്നത്. കൂടാതെ നാളെ തീർച്ചയായും നാഗ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. ആ മന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഓം നമശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയേ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ എന്നാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും അഭീഷ്ടസിദ്ധി, സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം നമശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയേ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ എന്നാണ് മന്ത്രം. ഈ മന്ത്രം കൂടാതെ ശാപദോഷ ശാന്തിക്കായി ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം കൂടിയുണ്ട്. ആ മന്ത്രം ഇപ്രകാരമാണ്. ഓം ഹ്രീം നാഗരാജായ നമ എന്നാണ്. ഓം ഹ്രീം നാഗരാജായ നമ. ഓം ഹ്രീം നാഗരാജായ നമ. ഓം ഹ്രീം നാഗരാജായ നമ. ഈ മന്ത്രം 36 പ്രാവശ്യം 24 ദിവസം ചൊല്ലുകയാണ് എങ്കിൽ മുൻജന്മ ശാപങ്ങൾ പോലും മാറും എന്നാണ് പറയുക. മുൻജന്മ ശാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്. അത്രയും സവിശേഷമായ ഒരു മന്ത്രമാണ് എന്ന പ്രത്യേകത ഈ മന്ത്രത്തിനുണ്ട്. തീർച്ചയായും ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുക. 108 ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കാത്തവർ 36 തവണയെങ്കിലും ജപിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഏറ്റവും വിശേഷവും ഐശ്വര്യപ്രദവുമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു മഞ്ഞൾ കൂടി നിങ്ങൾ വയ്ക്കുക. മഞ്ഞൾ വയ്ക്കുന്നത് അതീവ ശുഭകരമാണ്. ശേഷം ഈ മഞ്ഞൾ ഉപയോഗിച്ച് നിത്യവും തിലകം അണിയുന്നത്, മഞ്ഞൾ തിലകം അണിയുന്നത് അതീവ ശുഭകരമാണ്. നാഗപ്രീതി ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ തിലകം അണിയുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം, ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. കരിക്ക് ലഭിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കരിക്ക് കൂടി ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ശേഷം അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും അതീവ ശുഭകരവുമാണ്. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നാഗപ്രീതിയാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും.